സ്കൂളിലെ അധ്യയന സമയം വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം അതിൽ വിദ്യാഭ്യാസ മന്ത്രി ഉറച്ചു നിൽക്കുന്നു. എന്നാൽ അത് സമ്മതിക്കില്ല എന്ന് സമസ്ത നിലപാട് വ്യക്തമാക്കി. ഇപ്പോൾ സമസ്തയുടെ ഭാരവാഹിയ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഓണപ്പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന അവധി ദിവസം ഉണ്ടല്ലോ, അതങ്ങ് പ്രവൃത്തി ദിവസമാക്കുക. എന്നിട്ട് ഈ 2 മാസം സ്കൂൾ അവധി അടയ്ക്കും, ആ സമയത്ത് കുറച്ച് ദിവസം പ്രവൃത്തി ദിവസമാക്കുക. അങ്ങനെയാണെങ്കിൽ ഈ മദ്രസയിലെ പഠന സമയം നഷ്ടപ്പെടില്ല. അപ്പോൾ മദ്രസയിലെ വിദ്യാർത്ഥികൾക്ക് പഠന സമയം നഷ്ടപ്പെടാതിരിക്കാൻ സ്കൂളിലെ സമയം വേണമെങ്കിൽ മാറ്റിക്കും. അങ്ങനെയുണ്ട്. അങ്ങനെയല്ലല്ലോ, ഓണം ക്രിസ്മസും വേണ്ടെന്നേ. ഓണവും ക്രിസ്മസും വേണ്ട, അതല്ലേ? ഓണാവധിയും ക്രിസ്മസ് ആദ്യപാദ രണ്ടാം പാദം വെക്കേഷനും ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ആദ്യ പാദം ഓണാവധി, അതെ, രണ്ടാം പാദം ക്രിസ്മസ് അവധി. ഓണം അവധിയും ക്രിസ്മസ് അവധിയും വേണ്ട. നമ്മുടെ പെരുന്നാളിന് 3-4 ദിവസം അവധി വേണം. സിനു, ബദർ യുദ്ധം എന്ന് കേട്ടിട്ടുണ്ട്? ബദർ യുദ്ധം കേട്ടിട്ടുണ്ട്. ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ സായുധ പോരാട്ടമാണ്. മക്കയിലെ ഖുറേശികൾ മദീനയിലെ മുസ്ലിങ്ങളും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. അപ്പോൾ ഖുറേശി കൂട്ടമായിരുന്നു വലുത്. ഖുറേശികളെ മക്കയൊക്കെ അവരുടെ സ്ഥലമായിരുന്നു കേട്ടോ. അവിടെ മദീനയിലെ മുസ്ലിമുകൾ ഇവരുമായിട്ട് ഏറ്റുമുട്ടി. ഖുറേശികൾ 1000-ഓളം പേരുണ്ടായിരുന്നു. ഭടന്മാർ. മുസ്ലിമുകൾ, മദീനയിൽ നിന്നുള്ള മുസ്ലിമുകൾ 100 പേര്, 300 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് അവർ 1000, ഇവിടെ 300, 30% മാത്രം. പക്ഷേ ആ യുദ്ധം മുസ്ലിമുകൾ ജയിച്ചു. 300 പേര് 1000 പേരെ തോൽപ്പിച്ചു. അതിന് പറയുന്ന കാര്യം, 300 പേരുടെ കൂടെ ദൈവം നിന്നു. അതുകൊണ്ട് 1000 പേരെ തോൽപ്പിച്ച് മക്ക പിടിച്ചെടുക്കാൻ പറ്റി. എന്താണ് മക്കയും മദീനയും ഇസ്ലാമിൻ്റെതായതെന്നാണ് ബദർ യുദ്ധം. ഞാൻ മനസ്സിലാക്കിയതാണ്. ഇത് സബ്ജക്റ്റ് ടു കറക്ഷൻ, എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ പറയുകയാണ്. അപ്പോൾ അതിലൊരു നോക്കൂ, 1000, 300. 1000-ൻ്റെ എത്ര ശതമാനമാണ് 300? 30% അല്ലേ? അതാണ് നമ്പർ 30. 30% ജനസംഖ്യയിൽ ഇസ്ലാം എത്തിയാൽ, മുസ്ലിമുകൾ എത്തിയാൽ, അതിൻ്റെ കൂടെ പിന്നെ അവരുടെ രാജ്യമാണ്. അതിന് പിന്നെ അവരുടെ കൂടെ ആരുണ്ടാവും? ദൈവം ഉണ്ടാവും. ലോകത്തെമ്പാടത്തും എല്ലായിടത്തും നടക്കുന്ന ഒരു പാറ്റേണാണ്. 30% നമ്മുടെ ജനസംഖ്യ എത്തിയാൽ നമ്മൾ തീരുമാനിക്കും. 70% അല്ല. കാരണം മഹാശക്തനായ പരമകാരുണികനായ തമ്പുരാൻ നമ്മുടെ കൂടെയാണ്. പിന്നെ നമ്മുടെ വിജയമാണ്, നമ്മളെല്ലാത്തിലും ഇടപെടും. കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ 30 ആയിരിക്കുന്നു സിനു. അതുകൊണ്ട് അവരിനി പറയും, സ്കൂളിൽ വിദ്യാർത്ഥികൾ എന്തു വസ്ത്രം ധരിക്കണം, എന്തു പഠിക്കണം, എപ്പോൾ പഠിക്കണം, എങ്ങനെ പഠിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ 12 ലക്ഷത്തോളം കുട്ടികൾ മദ്രസയിൽ പഠിക്കുന്നു എന്നാണ് സമസ്തയുടെ മദ്രസകളിൽ തന്നെ പഠിക്കുന്നു എന്ന് പറയുന്നത്. മദ്രസാ വിദ്യാഭ്യാസത്തിനാണ് പ്രാമുഖ്യം, പൊതുവിദ്യാഭ്യാസത്തിനല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇപ്പോൾ സൂംബ ഡാൻസിൻ്റെ കാര്യം, അത് സർക്കാർ മാറിയില്ല. സർക്കാരിന് വേറെ അജണ്ടയുണ്ട്, പോട്ടെ. നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ ഭാഗം. പിന്നെ സൂംബ എന്ന് പറയുന്നത് സ്കൂളുകളിൽ യോഗ പഠിപ്പിക്കുന്നതിന് ബദലായിട്ട് ഒരു പാശ്ചാത്യ അല്ലെങ്കിൽ ഒരു വൈദേശിക സാധനം പഠിപ്പിക്കുക. അങ്ങനെ യോഗയൊന്നും പിള്ളേർ പഠിച്ച് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാകണ്ട എന്നൊരു അജണ്ട കൂടെ സർക്കാരിനുണ്ട്. അതാണ് സൂംബ ഡാൻസിന് വേണ്ടി ഇത്ര വലിയ മസിൽ പിടിച്ചത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ എന്താ പദ്ധതി? സ്കൂളിലെ സമയം, കേരളം അല്ലല്ലോ, ഇന്ത്യയിൽ മുഴുവൻ വിദ്യാഭ്യാസ പദ്ധതിയുണ്ട്. ഇന്ത്യയിലെ പലയിടത്തും കുട്ടികൾ അതിരാവിലെ പഠിക്കുന്നുണ്ടെന്നേ. ഈ 15 മിനിറ്റ് ക്ലാസ് നേരത്തെ ആക്കിയാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഞങ്ങളുടെ പിള്ളേർക്ക് മദ്രസയിൽ പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ സർക്കാർ പറയുന്നുണ്ട്, ശിവൻകുട്ടി പറയുന്നുണ്ട്, ഞങ്ങൾ മാറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ സ്കൂൾ സമയം നീട്ടിപ്പിക്കാനുള്ള തീരുമാനം 8, 9, 10 ക്ലാസ്സുകളിൽ മാത്രമാക്കാൻ തീരുമാനിച്ചിരിക്കുക. മനസ്സിലായോ? 8, 9, 10 ക്ലാസ്സുകളിൽ മദ്രസ ഇല്ലെന്ന് തോന്നുന്നു. അത് സബ്ജക്റ്റ് ടു കറക്ഷൻ. 7ാം ക്ലാസ് വരെ മദ്രസയുള്ളൂ. ശിവൻകുട്ടി പറയുന്നുണ്ട്, സമസ്തക്കൊന്നും ഞങ്ങൾ കീഴടങ്ങൂല, സമ്മതിക്കൂല, മതത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി. പക്ഷേ ശിവൻകുട്ടി ഇങ്ങനെ പറഞ്ഞ ശിവൻകുട്ടി എന്താ ചെയ്യുന്നറിയോ? സ്കൂൾ ടൈം മാറ്റാൻ പോകുന്നത് 8, 9, 10 മാത്രം എന്ന് പറഞ്ഞാൽ സമസ്ത പറഞ്ഞത് സമ്മതിച്ചു കൊടുത്തു. എന്നിട്ട് മാധ്യമങ്ങൾ ശിവൻകുട്ടി ഇടതുപക്ഷ സർക്കാർ കാരണഭൂതൻ, മതത്തിൻ്റെ തിട്ടൂരത്തിനൊന്നും വഴങ്ങിയിട്ടില്ല എന്നിങ്ങനെ മെയിനിടുക. വഴങ്ങി സാർ. എന്തുകൊണ്ടാണ് മുഴുവൻ ക്ലാസ്സുകളും ആക്കാത്തത്? അത് UP എങ്കിലും ആക്കാൻ വേണ്ടി. LP കുട്ടികളെ ബുദ്ധിമുട്ടിക്കണ്ട, അവർ പതുക്കെ കുട്ടികളൊക്കെ കിടന്നുറങ്ങി സാവകാശം. UP 7, 8, 5, 6, 7 അത്രയാക്കാമല്ലോ. 7, 8ാം ക്ലാസ്സിന് താഴെ ആക്കാമല്ലോ. ഇല്ല. അപ്പം മദ്രസ മുടങ്ങും. ഇനി മാത്രമല്ല, ഈ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ വെള്ളിയാഴ്ച എന്താ ചെയ്യുന്നത്? വെള്ളിയാഴ്ച സ്കൂൾ സമയം ഉച്ചയ്ക്ക് 12:30-ക്കാണ്. അപ്പോഴും ഉണ്ട്. കേരളത്തിലെ ഏത് മതത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഇതുപോലെ ഒരു ഇളവുള്ള? കേരള വിദ്യാഭ്യാസത്തിൽ മതം ഇടപെടാൻ സമ്മതിക്കത്തില്ല, ഞങ്ങൾ മതേതരരാണെന്നൊക്കെ പറയുന്ന
ഈ CPM-ന്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിൽ ഒരു പാഠം എടുത്തു കളഞ്ഞു, മതമില്ലാത്ത ജീവൻ. ഓർക്കുന്നുണ്ടോ? അതെ, മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്ന ഒരു പാഠം നമ്മുടെ സ്കൂൾ സിലബസിലുണ്ടായിരുന്നു. അതായത് ഒരു കുട്ടി അവന് ജാതിയില്ല മതമില്ല എന്നൊക്കെ പറയുന്നു. അവൻ്റെ പേരൻസ് അവൻ്റെ സ്കൂളിൽ ചേർക്കുമ്പോൾ ജാതി മതം ചോദിക്കുന്ന കോളത്തിൽ മതമില്ല എന്ന് എഴുതിയിരുന്നു. അങ്ങനെ അതിന് അവകാശമുണ്ട്. ഇത് പൗരാണിക ഭാരതം മുതലേ അവകാശമുണ്ട്. ചാർവാകന്മാരുണ്ട്, നിരീശ്വരവാദം, ദൈവമില്ല എന്ന് പറയുന്ന സന്യാസിമാരായിരുന്നു. അവരെയും നമ്മൾ അംഗീകരിച്ചിട്ടൊരു പൈതൃകമാണ് കേരളത്തിൻ്റെ. ഇന്ത്യ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും നമ്മൾ മതമില്ലാത്തവർ, മതം വിട്ടവർക്കും ഈ രാജ്യത്ത് തുല്യ അവകാശത്തിൽ ജീവിക്കാം എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. മതമില്ലാത്തവർക്കും ജീവിക്കാം. പക്ഷേ മതമില്ലായ്മ, ഇടതുപക്ഷത്തിന് മതമില്ലല്ലോ, കമ്മ്യൂണിസത്തിന് മതമില്ലല്ലോ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന CPM-ന്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്ന പാഠം എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് എടുത്ത് മാറ്റിയത്. അന്ന് മുതൽ ഇവർ ഇരിക്കാൻ പറയുമ്പോൾ മുട്ടിലിഴയുന്ന ആളുകളാണ് ഇടതുപക്ഷക്കാർ. ഇനി ഇപ്പോൾ ഇവർ പറയുന്നുണ്ട് ഈ മുത്തുക്കോയെയും മുത്തില്ലാത്ത കോയയും ഒക്കെ പറയുന്നത് എന്താണെന്നറിയോ? ഓണം അല്ല, അവിടെ നിൽക്കട്ടെ, ഓണത്തിൻ്റെ നേരം നിൽക്കുക. വേണമെങ്കിൽ സ്കൂൾ സമയം വൈകുന്നേരം കൂട്ടിക്കോ, അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം കുട്ടികൾ സന്ധ്യയാകുമ്പോൾ ഒരു ഒക്ടോബർ നവംബർ മാസമൊക്കെ ആകുമ്പോൾ നേരം ഒരു 6 മണിയാകുമ്പോൾ ഇരുട്ടും. ഈ കുഞ്ഞുങ്ങൾ ഇരുട്ടത്ത് വീട്ടിൽ പോകുന്ന പ്രശ്നമില്ല, മഴയത്ത് വീട്ടിൽ പോകുന്ന പ്രശ്നമില്ല, രാത്രിയാകുമ്പോൾ അവർ വീട്ടിൽ വൈകി എത്തുന്നതിൽ പ്രശ്നമില്ല. ഇനി മാത്രമല്ല, എൻ്റെ സിനു സാറേ, ഇവിടെ രാമൻ്റെയും ലക്ഷ്മിയുടെയും മകള് പാർവതി പഠിക്കുന്നുണ്ട്. അവർക്ക് വൈകുന്നേരം 5:30 മണിക്ക് അമ്പലത്തിൽ പോകണമെന്നേ. അത് പറ്റില്ല. അപ്പോൾ സ്കൂൾ സമയം അരമണിക്കൂർ കൂട്ടിയാൽ പറ്റുമോ? അത് പറ്റില്ല. അല്ല, അങ്ങനെ ഇവിടെ ആരും ചോദിക്കുന്നില്ല. അവിടെ അങ്ങനെ പ്രശ്നം എന്തറിയോ? അങ്ങനെ ചോദിക്കാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. അങ്ങനെ ചോദിക്കാത്തത് ഹിന്ദു ക്രിസ്ത്യാനിയും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ കുട്ടികൾക്ക് മതം പഠിക്കണം, അല്ലെങ്കിൽ ദേവാലയത്തിൽ പോകണം, അതുകൊണ്ട് ഞങ്ങൾക്കിത് വേണം, ഞങ്ങളുടെ സമയം കിട്ടണം, ഒഴിവാക്കി കിട്ടണം എന്നാരും പറയുന്നില്ല. അപ്പോൾ വൈകുന്നേര സമയം നിങ്ങൾ കൂട്ടിക്കോ. വൈകുന്നേര സമയം അമ്പലത്തിൽ പോകണം കുട്ടികൾ എന്ത് ചെയ്യും? പന്ത് കളിക്കാൻ പോകുന്ന കുട്ടികൾ എന്തോ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഭഗവത്ഗീത വായിക്കുന്നവരെക്കാൾ കൂടുതൽ നമുക്ക് ആവശ്യം പന്ത് കളിക്കുന്നവരെയാണെന്ന്. കുട്ടികൾക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യണ്ടേ, അവർക്ക് കായിക വിനോദങ്ങളിൽ ഇറങ്ങണ്ടേ, അത് ആവശ്യമല്ലേ? അതെ, അത് വേണ്ട. വേണമെങ്കിൽ വൈകുന്നേരം കൂട്ടിക്കോ. എന്നാലും ഞങ്ങളുടെ മതം, മഴ പെയ്യുന്നത് എങ്ങനെയാണ്? അള്ളാഹുവാണ് മഴ പെയ്യിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രം. ഭൂമി എങ്ങനെയാണ്? ഭൂമി ഇപ്പോഴും പരന്നതാണെന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രം. ചന്ദ്രനെ ഒരൊറ്റ വെട്ടിന് 2ആയി മുറിച്ചു എന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ സ്കൂൾ സിലബസ് അട്ടിമറിക്കണം, നിങ്ങൾ സ്കൂൾ സമയം മാറ്റണം എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് നിർണായക സ്വാധീനം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ അവർ പറയും, ഇവർ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ ബുദ്ധിപൂർവമാണ്. ആദ്യ പാദ പരീക്ഷ കഴിഞ്ഞുള്ളത് വെക്കേഷൻ ഒഴിവാക്കണം, 2ാം പാദ പരീക്ഷ കഴിഞ്ഞുള്ള വെക്കേഷൻ ഒഴിവാക്കണം. ക്രിസ്മസ് ഓണമെന്ന് പറയത്തില്ല. പറഞ്ഞാൽ അത് ഞങ്ങളുടെ ലക്ഷ്യം അതാണെന്ന് പറയുന്നത്. കാരണം വലിയ ബുദ്ധിമുട്ടാണ്, വലിയ സങ്കടമുണ്ടല്ലോ. ഈ നാട് ഇതൊരു മതേതര രാജ്യമാണ്, ജനാധിപത്യമാണ്, മതങ്ങൾക്ക് തുല്യതയില്ല. ഞങ്ങളുടെ പെരുന്നാളിന് 1 ദിവസമേ ഉള്ളൂ. ഓണത്തിന്, ഹിന്ദുക്കളുടെ ഓണത്തിന് 10 ദിവസം, ക്രിസ്ത്യാനിയുടെ ക്രിസ്മസിന് 10 ദിവസം, ഞങ്ങൾക്ക് എന്താ ഒറ്റ ദിവസം? അതാണ് ഇതിൻ്റെ കാര്യം അല്ലേ? അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അതിലിപ്പോൾ വന്നിട്ട് അവധി 2 ദിവസം ആക്കുന്നുണ്ട് പെരുന്നാളിന്. അത് നിലാവ് പിറ കണ്ടെന്നും പിറ കണ്ടില്ലെന്നും ഒക്കെ പറഞ്ഞ് അവധി കിട്ടുന്നുണ്ട്. പക്ഷേ വന്ന് ഇത് ഒരു വലിയ അപകടത്തിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുക. കേരളത്തിലെ ഒരു മതത്തിൻ്റെ മേധാവികൾക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹ സോഷ്യൽ ഫാബ്രിക്കിൽ വല്ലാതെ ഇടപെട്ട് അവർ തീരുമാനിക്കുന്നത് വരെ പോലെ കേരളത്തിലെ കാര്യങ്ങൾ നടക്കണമെന്ന് പരസ്യമായി ഒരു ഉളുപ്പുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ ധൈര്യത്തോടെ വന്ന് പറയാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കേരളം അതിവേഗം ഒരു ശരിയാ റിപ്പബ്ലിക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ശരിയത്ത് രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. കേരളത്തിൽ എത്രയോ മതസംഘടനകളുണ്ട്, എത്രയോ ജാതി സംഘടനകളുണ്ട്. ഒരു ക്രിസ്ത്യൻ സംഘടനയോ ഏതെങ്കിലും ക്രൈസ്തവ സഭയോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ SNDPയോ NSSോ ബ്രാഹ്മണ സഭയോ എന്തെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന കാര്യം വേണം, ഞങ്ങളുടെ മതത്തെ ബാധിക്കും, മതമാണ് ഞങ്ങൾക്ക് പ്രധാനം എന്നൊക്കെ പറഞ്ഞു ഒരു തിട്ടൂരം കൊടുക്കാറുണ്ടോ? വന്ന് സമസ്ത എന്ന് പറയുന്ന ഈ സംഘം കേരളത്തിലെ സമസ്ത മേഖലകളിലും ഇടപെട്ട് അവരുടെ മതശാസനകൾ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ ഇവർ പറയും ക്രിസ്മസിന് അവധി വേണ്ട, ഓണത്തിന് അവധി വേണ്ട എന്നിവർ പറയും. ഒരു തർക്കവുമില്ല. അതിലേക്ക് നിർലജ്ജം, ഞങ്ങളുടെ കുട്ടികൾക്ക് മതം പഠിക്കണം, അതാണ് പ്രധാനം, അതുകൊണ്ട് സ്കൂൾ സമയം മാറ്റാൻ പറ്റില്ല.
ഞങ്ങൾക്ക് ഈ കളക്ടറെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഈ കളക്ടറെ വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു മതസംഘടന ഇങ്ങനെ അതിവേഗം നമ്മുടെ പൊതുസമൂഹത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിഷ്കളങ്കമൊന്നുമല്ല, ഇത് ബദർ യുദ്ധത്തെ ഓർമ്മിപ്പിക്കലാണ്. 30 കണക്ക്. 30 എന്നുള്ളത് 35 ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതൊന്നുമല്ല. ഇത് കേരളത്തിൽ മതേതരർ എന്ന് പറയുന്ന ആളുകൾ തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ, ചെയ്യേണ്ടത് ചെയ്യണമെന്നറിയോ, അടുത്ത വർഷം ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അത് മാത്രമേ ചെയ്യാനുള്ളൂ. അല്ലാതെ ഇവരെ ചെയ്യുന്നു, ഈ കൂട്ടം ചില ആളുകൾ ചെയ്യുന്നത് പോലെ കൈയും കാലും വെട്ടി 2 വശത്തേക്ക് വലിച്ചെറിയാനൊന്നും പറ്റില്ലല്ലോ. ചൂണ്ടുവിരൽ ആയുധമാക്കി ഇതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ കേരളത്തിൽ ഇസ്ലാമിക ഭരണം ഉറപ്പാണ്. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരു 10 വർഷം മുമ്പ് ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അവർ പരസ്യമായി ഒരു മസിൽ പെരുക്കുകയാണ്, മസിൽ കാണിക്കുകയാണ് ഞങ്ങൾ. പക്ഷേ ഇപ്പോഴും പ്രശ്നമുണ്ട്. കാരണം ഇത് ഇപ്പം ചില നേരത്തെ പറഞ്ഞ ഹിന്ദു കുട്ടി അമ്പലത്തിൽ പോകുന്നു, അല്ലെ ക്രൈസ്തവർ അങ്ങനെ പള്ളിയിൽ പോകണം എന്ന രീതിയിൽ പറഞ്ഞാൽ അവൻ വേറെ വർഗീയമായി ചിന്തിക്കുന്നു, മതപരമായിട്ട് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ കുറ്റപ്പെടുത്താൻ, അവനെ ആക്രമിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും ഇതര മതസംഘടന, പ്രത്യേകിച്ച് ഒരു മതസംഘടനയും രംഗത്ത് വരും. ആ കാര്യം ഉറപ്പല്ലേ? ഉറപ്പാണ്. അതിനി അതിജീവിക്കാൻ പറ്റും. കാരണം ഇപ്പോൾ 30 ഉള്ളൂ, 70 ഇപ്പുറത്തുണ്ട്. 70 ഞങ്ങൾ 70 ബോധ്യം ഉണ്ടായി. ഈ 30 തിട്ടൂരങ്ങളെ ഞങ്ങൾ ഗൗനിക്കില്ല, ചെറുക്കുമെന്ന് തീരുമാനിച്ചാൽ മതി. ചെറുത്തരത്തൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്, പത്തി മടക്കി മാളത്തിൽ കയറിയിട്ടുണ്ട്. ഇവിടെയും സാധ്യമാണ്. ഇവിടെ അതിനിപ്പോൾ നമ്മൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കള്ളികളിൽ ഒതുങ്ങി ഒരു പൊതുസ്വത്വത്തെ അടിമപ്പെടുത്തുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. നമുക്ക് തിരിച്ചറിഞ്ഞ് ഇത് പറ്റില്ല എന്ന് ഒന്നിക്കേണ്ട ആരെന്നറിയോ? മതേതരവാദി, യഥാർത്ഥ മതേതരവാദികൾ, കപട മതേതരവാദികളല്ല. ഇതൊക്കെ ശരികേടാണ് എന്ന് വിശ്വസിക്കുന്ന യഥാർത്ഥ സെക്യുലറിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവർ, യുക്തിവാദികൾ, മതം വിട്ടവർ, ക്രൈസ്തവ സംഘടനകൾ, ഹൈന്ദവ സംഘടനകൾ ഒന്നിച്ച് നിന്ന് ചെറുക്കണം. ചെറുത്തില്ലെങ്കിൽ അതിഭീകരമായ ഒരവസ്ഥയാണ് കേരളത്തിൻ്റെ സാമൂഹ്യ ഘടനയിൽ വരാൻ പോകുന്നത്. 5-10 വർഷത്തിനുള്ളിൽ അത് വന്ന് ഞെരിച്ചമർത്തി ഇവിടുത്തെ 70%, അന്ന് 70% കാണത്തില്ല, 60%ഒക്കെ ആവും. 60% ഞെക്കിക്കൊല്ലും. അവരുടെ ഭരണത്തിന് കീഴിൽ ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ജസിയ കൊടുക്കേണ്ടി വരത്തില്ല, ബാക്കി എല്ലാം അനുഭവിക്കേണ്ടി വരും. അതിലേക്കുള്ള സൂചനയാണ് ഓണം വേണ്ട, ക്രിസ്മസ് വേണ്ട എന്ന മുദ്രാവാക്യത്തിൻ്റെ തുടക്കമാണ് ക്രിസ്മസ് ഓണം അവധികൾ വെട്ടിച്ചുരുക്കണമെന്ന് ഒരു മതസംഘടന നിർലജ്ജം, നിർഭയം ഇനി നിരന്തരവും പറയാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.